മീനിൻ്റെ തലക്കറി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കട്ട് ചെയ്ത തല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് റഫായിട്ട് കഴുകി കുറച്ച് വിനാഗിരിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കുവാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുള്ള് ബ്ലഡ്, ഉളുമ്പ് മണം ഒക്കെ മാറി മീൻ നല്ല ക്ലീനായി കിട്ടും. എന്നിട്ട് കുറച്ച് കുടംപുളി എടുത്ത് വെള്ളത്തിലേക്ക് ഇടുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ നേരത്തെ മാറ്റി വെച്ച മീനൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കുറേ വെള്ളത്തിൽ നല്ലോണം ഉലച്ചുലച്ച് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ആ എണ്ണ ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റാം. ഇത് പകുതി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റാം. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റുക. അത് ഒരുവിധം മൂത്ത് നല്ല സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഈ മസാലയുടെയും മറ്റ് സാധനങ്ങളുടെയും നല്ല മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുടംപുളി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന തലക്കഷ്ണങ്ങൾ പെറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് വേവാനായിട്ട് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഇതുപോലെ എടുത്ത് ഒന്ന് കുലുക്കി വയ്ക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റും കൂടെ വേവാനായിട്ട് വെക്കാം. മീൻ കഷ്ണങ്ങളിലേക്ക് നല്ല ഉപ്പും പുളിയും എരിവും ഒക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് സഹായിക്കും ഇത്. നമ്മുടെ തലക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണേ.